പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ല ദിവസം എന്ന് ആശംസിക്കുന്നു. സ്വാഭിമാനത്തിൻ്റെ തൻ്റെ അടുത്തിൻ്റെ തന്നാൽ തിരിച്ച് തരും എന്നുള്ള ദൃഢനിശ്ചയത്തിൻ്റെ 3 സേനകൾ ഒരുമിച്ച് നിന്ന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നമ്മുടെ 28 പേരെ, 26 പല ചാനലുകളും പറഞ്ഞ 28 എന്നാണ് ആദ്യം മുതലേ പറയുന്നത്. 28 പേർക്ക് പോയിന്റ് ബ്ലാങ്കിൽ കൊണ്ടുവന്ന് നിറയൊഴിച്ചതിന് പാകിസ്ഥാൻ്റെ വ്യോമ അതിർത്തി പോലും തൊടാതെ നമ്മുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാൻ്റെ 9 ഇടങ്ങൾ, ഭീകരർ താമസിക്കുന്ന 9 ഇടങ്ങൾ, കൃത്യമായി മനസ്സിലാക്കണം, സിവിലിയൻ താമസിക്കുന്നിടമല്ല, പട്ടാളക്കാർ താമസിക്കുന്നിടമല്ല, ഇടയല്ല, അവർ പാലൂട്ടി വളർത്തി ചോറ് കൊടുത്ത് വളർത്തുന്ന ഭീകരരുടെ താവളങ്ങളിൽ മാത്രമാണ്. ഏതാണ്ട് 24ഓളം അറ്റാക്കുകൾ നടന്നു എന്നാണ്. 24ഓളം അറ്റാക്കുകൾ 9 സ്ഥലങ്ങളിൽ 3 സേനകൾ ഒരുമിച്ച് മറുപടി. ഇന്ന് വെളുപ്പാങ്കാലം എന്നാണ് പറയാം. 1:44 ഇന്ത്യൻ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട് വെച്ചിരിക്കും. ഇന്ത്യ എന്ന അഭിമാനം മനസ്സിൽ പേർന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അവരുടെ നെഞ്ചത്ത്, അവരുടെ നെറ്റിക്ക് ഇന്ന് 1:44 കുത്തിയിരിക്കും. രാമനും സീതയും എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഹനുമാൻ വലിച്ചു കയറി കാണിച്ചു നെഞ്ച്, ഇതാ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞതുപോലെ ഭാരതം സ്വാഭിമാനത്തോടെ പറഞ്ഞു, മരിച്ചുപോയ ഭീകരരാൽ കൊല്ലപ്പെട്ട എല്ലാവരും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടപ്പം ഞങ്ങൾക്കാണ് നഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾക്കാണ് അച്ഛനെ അമ്മയും നഷ്ടപ്പെട്ടത്, ഞങ്ങൾക്ക് സഹോദരിമാർ നഷ്ടപ്പെട്ടു. ഇന്നും ആ പെൺകുട്ടിയുടെ കരച്ചിൽ ഞങ്ങളുടെ കാതിൽ വന്ന് പതിയുന്നുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ത്യ വളരെ മാന്യമായിട്ടാണ് ചെയ്തതെന്ന് ലോകരാഷ്ട്രങ്ങൾ ഇപ്പം തന്നെ വിധിയെഴുതും. സംയുക്ത സേനയുടെ മറുപടി 10 മണിക്ക് കിട്ടുന്നുണ്ട്, വാർത്താ സമ്മേളനം 10 മണിക്ക് കിട്ടുന്നുണ്ട്. പ്രിയപ്പെട്ട ജനതയോട്, ഇന്ത്യൻ ജനതയോട്, നമ്മളൊക്കെ സാധാരണക്കാരാണെങ്കിലും പറയാം, കുറച്ച് 10-15,000 പേര് പല മാധ്യമങ്ങളിലൂടെ നമ്മളെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്, ഇന്ത്യ എന്ത് പറയുന്നോ അത് നോക്കി കൃത്യമായിട്ട് ശലിക്കാൻ പറ്റും. മോക്ക് ഡ്രില്ലെങ്കിൽ മോക്ക് ഡ്രിൽ. ഇനിയും കുറച്ച് നേരം പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങുന്നില്ല. അത് പാലിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്ന് ചില വിമാനങ്ങളൊക്കെ വഴിതിരിച്ചുവിടുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട്. വിമാനയാത്രക്കാരെ പല സ്ഥലത്തേക്കുള്ളവർ അത് വിമാനത്താവളവുമായിട്ട് ബന്ധപ്പെടുകയോ, അല്ലെങ്കിൽ ഏത് എയർവേസിലാണ് നിങ്ങൾ പോകാനിരിക്കുന്നത്, ഇവിടെ നിന്നല്ല, കേരളത്തിൽ നിന്നല്ല, പഞ്ചാബ്, രാജസ്ഥാൻ, ഒരുപക്ഷെ ഡൽഹി, അപ്പോൾ അത്രയും സ്ഥലങ്ങളിൽ നിന്നാവാനാണ് സാധ്യത. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബേവിതേൻ്റെയാണ്. ഇനിയിപ്പം വിമർശനത്തിന് നമുക്ക് സമയമില്ല, തൊഴുത്തിക്കുപ്പത്തിന് നമുക്ക് സമയമില്ല. നമുക്കിനിയും രാഷ്ട്രീയ പാർട്ടി ഭേദമില്ല. ഇനിയും വിശ്രമിക്കാൻ മനസ്സില്ലാത്ത രാത്രികളും പകലുമാണ്. ആ പകലിനും രാത്രിക്കും വേണ്ടി നെഞ്ചും വിരിച്ചു എന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ പ്രാർത്ഥിച്ചുകൊള്ളുക. പാകിസ്ഥാൻ്റെ ഒരു സിവിലിയനും മരിക്കാൻ പാടില്ല, ഒരു നിരപരാധിയും മരിക്കാൻ പാടില്ല. പക്ഷേ ഭീകരൻ്റെ കുടിയറത്തട്ടെ, അവസാനിപ്പിക്കുള്ളൂ എന്ന് മോദിജിയും മോദിജിയുടെ കൂടെ ഭരിക്കുന്നവരും കൂടെ നിൽക്കുന്ന പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി നിൽക്കട്ടെ. എല്ലാവർക്കും നന്മയുടെ നല്ല ദിവസം. വന്ദേ മാതരം. ജയ് ഹിന്ദ്.